സ്നേഹത്തിന് ഒരിക്കലും ഒരു ഇടനില അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഒരാളെ നമ്മൾ നിർത്തരുത്. നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളിലേക്ക് നമ്മൾ എന്തെങ്കിലും ദൂത് കഴിക്കുന്ന ഒരു ഹംസത്തിന് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ ഒന്നും പറഞ്ഞു വിടാൻ നിൽക്കരുത്. കാരണം എന്താ അറിയാം, സ്നേഹത്തിന് വലിയ വിലയൊന്നുമില്ല ചിലർക്ക്. പക്ഷെ ചിലർക്ക് അത് ഒരാൾക്ക് കിട്ടുന്നത് അത്ര സൂഹിക്കത്തില്ല. എന്താ അറിയാം, ഒരുപാട് പ്രണയമുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ ഇടയ്ക്ക് സംസാരിക്കാൻ കഴിവില്ല റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. ആ റെക്കമെൻഡേഷൻ കൊടുക്കുന്നയാൾ ചിലപ്പോൾ അതേ രീതി അവരെ പറയണമെന്നില്ല, പറയുന്നതിന് നേരെ തിരിച്ചു വേണമെങ്കിലും പറയാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഇടനിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ നല്ല രീതിയിൽ സഹായിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു കളയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഇമ്പാക്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചതിക്കാത്തതിനകത്ത് ലാല് ജസൂരിന്റെ അടുത്ത് ഉപദേശം കൊടുക്കുന്നത്, നീ എന്താടാ ഇത്രയും നേരം ഇത് ചോദിക്കാത്തതെന്ന് കാത്തിരിക്കുമായിരുന്നു ഞാൻ. നീ നേരെ അവളുടെ വീടിന്റെ അടുത്ത് ചെന്നിട്ട് അവിടുത്തെ പരമനാരിയുടെ കടയിൽ ചെന്നിട്ട് ഒരു കാജാ ബീഡിയും വലിച്ചുകൊണ്ട് നേരെ അവളെ വീട്ടിൽ ചെന്ന് കയറി അങ്ങ് കാര്യം അങ്ങ് അവതരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ. അതിനൊരു തീരുമാനം അത് തന്നെയാണ് ഏറ്റവും നല്ല ഇമ്പാക്ട്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി നേരിട്ട് ചോദിക്കും. അല്ലാതെ വേറൊരാളെ നമ്മൾ ഇടനില നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു റേഞ്ച് അവരുടെ അടുത്ത് എത്തത്തുമില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കത്തില്ല ചിലപ്പം അപ്പുറത്ത് പറയുന്നത്. ചിന്തിച്ചു നോക്ക്.